ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം കുന്നുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ജോയ്സ് മ്യൂസിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുന്നിലാണുള്ളത്. ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അല്പം താമസിച്ചു പോയി, എന്നാലും 2020 ഗിന്നസ് വേൾഡ് ബുക്കിൽ റെക്കോർഡ് കിട്ടിയ ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആളിനെ അറിയായിരിക്കും. ജോസഫ് വി ഫെർണാണ്ടസ് എന്നാണ് പേര്. അപ്പോൾ ഈ വ്യക്തിയെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തണം. എനിക്കും കൊച്ചിലെ മുതലേ ഈ സ്ഥാപനത്തോട് ബന്ധമുണ്ട്. സാധനങ്ങൾ വാടക എടുക്കാനാണ്, നന്നാക്കാനായിരുന്നാലും ഞാനിവിടെ വന്നു പോകുന്ന ആളാണ്. നമ്മുടെ ചാനലിൽ കൂടി എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് സാറിൻ്റെ പണ്ടത്തെ അനുഭവങ്ങളും കാര്യങ്ങളുമെല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു നീണ്ട കാലത്തെ ഒരു പ്രവർത്തനം, അതായത് പണ്ടത്തെ ആദിവാസികളുടെ ഇടയിൽ അങ്ങനെ കേരളത്തിൻ്റെയും തമിഴ്നാട്, കർണാടക തുടങ്ങിയ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നീണ്ട ഒരു യാത്ര നടത്തി ഒരു വലിയൊരു കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഒരുപാട് പഴയതും പുതിയതുമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, പുറത്തുള്ള ഇൻസ്ട്രുമെൻറ്റ്, അതായത് വിദേശത്തു നിന്നുള്ള ഇൻസ്ട്രുമെൻറ്റ് എല്ലാം കളക്ട് ചെയ്ത് ഒരു കുടക്കീഴിലാക്കി അതിനെ ഒരു ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡിലേക്ക് നയിക്കുകയും നമുക്കും ഇനി വരുന്ന തലമുറയ്ക്കും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 മ്യൂസിയങ്ങളിലായിട്ട് ക്രമീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ സാർ. ഇവിടെ നമുക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിക്കാനും കംപ്ലൈൻ്റ് വന്ന സാധനങ്ങൾ നന്നാക്കാനും എല്ലാം നമുക്ക് സാറിനെ സമീപിക്കാവുന്നതാണ്. സാർ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടും മുതിർന്നവർക്ക് വേണ്ടിയിട്ടും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് നന്നാക്കാനുള്ളവരൊക്കെ നമുക്കിവിടെ ഈ സ്ഥാപനത്തോട് ബന്ധപ്പെടാം. സാർ നമുക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. നമുക്ക് സാറിൻ്റെ പണ്ടത്തെ അനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. വീഡിയോയിലേക്ക് പോകാം. ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ആളാണ് സാറ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അപ്പോഴുള്ള സാഹചര്യങ്ങളും ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടും സാറിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സംഭവിക്കാം. ഇതിപ്പോൾ ഗിന്നസ് ബുക്കിൽ കയറുമോ എന്നുള്ളതൊന്നും അല്ല എൻ്റെ ഒരു ഇത്. ഞാൻ മോഡേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പരമ്പരാഗത ഉപകരണങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. അറിഞ്ഞുകൂടാതെ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നൊരു സായിപ്പ് വന്നത് എവിടുന്നോ ഒരു മലയാളത്തിൽ ആരെയെ കൊണ്ട് കേരളത്തിൻ്റെ തനതായ 35 പരം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നു. ഇത് ഇത്രയും സംഘടിപ്പിച്ചത് സായിപ്പ് പറയും, ഞാനിത് കേട്ടിട്ടുകൂടെ ഇല്ല, പഞ്ചവാദ്യം മാത്രം അറിയാം ഇങ്ങനെയുള്ള ഇതിൽ, അല്ലാതെ മറ്റു ഇൻസ്ട്രുമെൻ്റ് ഒരു വലിയ അല്ല ലെറ്റ് മീ ട്രൈ എന്ന് പറഞ്ഞു. അടുത്ത കൊല്ലം വരുള്ളൂ, അതിനകത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പൈസ ആവശ്യമുള്ളതാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട, ഞാൻ ട്രൈ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സായിപ്പിന് വേണ്ടിയാണ് ഞാനിത്
ഈ നാടൻ കലാകാരന്മാരെയൊക്കെ കണ്ട് ആ സമയത്ത് ഓണാഘോഷം അവിടെ കണ്ടമാനം കലാകാരന്മാർ. അപ്പോൾ അവരുടെയൊക്കെ ഉപകരണങ്ങൾ, അപ്പോൾ ഇങ്ങനെയും ഉപകരണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാനാണ് അപ്പോഴേ അറിയുന്നത്. ഈ സായിപ്പ് കൊണ്ടുവന്ന ലിസ്റ്റിലുള്ള എല്ലാ ഉപകരണങ്ങളുടെയും കലകൾ ഇവിടെ കനവക്കുന്നിൽ വന്നിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ വീട് അന്വേഷിച്ചപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നശിച്ചു പോയ ഏകദേശം 300-ൽ പരം ഐറ്റം കേരളത്തിൽ ഞാൻ കണ്ടുപിടിച്ച്. ഓരോരുത്തർ വീടുകളിൽ പോകുമ്പോൾ ഓരോരുത്തർ 5ഉം 10ഉം വെച്ചെങ്കിൽ പറഞ്ഞു തരും ഞാൻ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്തത് മാമൊഴിയിൽ നിന്ന് അതുപോലെ നിർമ്മിച്ച് അവരെ കാണിച്ചു, ഇത് എന്ന സാധനം അവർ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ തനതായ ഇൻസ്ട്രുമെൻസുകളെല്ലാം കണ്ടുപിടിച്ചു. പിന്നെ അതൊരു ഹരമായി തീർന്നു. ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയതാണ്, പിന്നെ അതുപോലെ ഇന്ത്യ മൊത്തം, തമിഴ്നാട് അവിടെയൊക്കെ ഞാൻ കൂടെ പോകാറുണ്ട്. അപ്പോൾ പിന്നെ അവിടെ കളക്ഷൻ തുടങ്ങി, എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്ത് കർണാടക എല്ലാം. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾ വെച്ച് പോകാൻ പറ്റാത്തടത്തൊക്കെ കമ്പനിക്കാരെ വെച്ചിട്ട് കളക്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരു വലിയ കളക്ഷൻ വന്നു. അങ്ങനെയാണ് 2000-ൽ ആ കളക്ഷനാണ് ഗിന്നസ് ബുക്കിലേക്ക് 2000 ഉപകരണങ്ങളൊന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഗിന്നസിനെ അറിയിച്ചു. പറഞ്ഞ് ഞാൻ 3 വേൾഡ് റെക്കോർഡുകൾ കൊടുക്കാറുണ്ട്. വായിക്കാൻ അറിയാമെന്നുള്ളൂ. 1000 പേരെ ഇൻസ്ട്രുമെൻറ്റ് അന്ന് ഞാൻ വായിക്കുമായിരുന്നു. പിന്നെ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള 7000 പേരെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇതിൻ്റെ ഇടയിൽ വഴി കണ്ടുപിടിച്ചു. അതിൻ്റെ ബുക്കുകളും കാര്യങ്ങളും എല്ലാവർക്കും മദ്രാസിൽ നിന്നൊക്കെ ലോഡ് കിട്ടി എനിക്കത്. അപ്പോൾ ഈ 3 വേൾഡ് റെക്കോർഡ് കൊടുത്തു. 3-ലും ലോകത്ത് ഇന്നേ വരെ അത് ആരും അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഒരു സെക്ഷൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ താങ്കൾ തന്നെയാണ് വിന്നർ. പക്ഷെ എന്നാലും അവർക്ക് പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 2000-ൽ 2000 ഉപകരണങ്ങളെന്ന് പറഞ്ഞ് LMSൻ്റെ നടയിൽ കാവാലൻ സാറ്, കാർത്തിക സാറ്, CSI ബിഷപ്പ് 3 പേരും കൂടി ചേർന്നാണ് എൻ്റെ ഗിന്നസ് ഷോ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ അത് ലോകം മുഴുക്ക വൈഡായി. അങ്ങനെ ബീറ്റിൽസിൻ്റെ സിംഗറൊക്കെ ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരിക്കാൻ എന്നെ ഒന്ന് കാണണം, ഇൻസ്ട്രുമെൻ്റൊക്കെ കാണണം. അങ്ങനെ ലോകം മുഴുക്ക വലിയ വലിയ ആൾക്കാരൊക്കെ അറിയപ്പെട്ടു. ശിവമണി വന്നിരുന്നു, ഒരുപാട് ആൾക്കാർ വന്നിരുന്നു കാണാൻ. അങ്ങനെയാണ് അത് തുടങ്ങിയത്. പിന്നെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യത്തിൻ്റെയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7000-ൽ പരം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാൻ അറിയാം, ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും. 7000 ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ നിർമ്മിക്കാൻ അറിയാമെന്നുള്ള സാങ്കേതിക വിദ്യ അറിയാം, ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഏകദേശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തന്നെ, ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുക. എല്ലാ രാജ്യത്തുള്ളതും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടുതലും ആദിവാസി അങ്ങനെയുള്ള അതാണ് കൂടുതലും പരമ്പരാഗത ഉപകരണങ്ങളെന്ന് പറയും. അത് മൺമറഞ്ഞു പോയ ഉപകരണങ്ങളെല്ലാം ആദിവാസി മേഖലയിൽ അത് ഞാൻ എല്ലാ ആദിവാസി മേഖലയിലും പോയി കളക്ട് ചെയ്തത്. അപ്പോൾ എല്ലാ ആദിവാസികളും പോലും കാട്ടിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കാട്ടിനകത്ത് സംഗീതത്തിന് മാത്രമല്ല അവരുടെ ഉപജീവന മാർഗത്തിനും ചില ഇൻസ്ട്രുമെൻറ്റുകൾ കൂടിയേ തീരുള്ളൂ. അത് കാട്ടിക്കൂടെ നടന്നു പോകണമെങ്കിൽ കുളം തട്ടേന്ന് ഒരു ഉപകരണം ഉണ്ടെങ്കിൽ ഒരു മൃഗങ്ങൾ വരെ പിടിക്കില്ല. കാട്ടിനകത്ത് താമസിക്കാം. അപ്പോൾ പുലി അമറി എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ പുലികളൊന്നും അടുക്കില്ല. അങ്ങനെ ഒരുപാടുണ്ട്. കണ്ടു എലിമൂലി വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് എലിയെ വെള്ളം നശിപ്പിക്കുന്ന എലിയെ ഓട്ടിക്കാനുള്ള ഉപകരണങ്ങൾ ഇതെല്ലാം ആദിവാസി ഊരിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പുറം ലോകത്ത് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ ഉപകരണങ്ങളുണ്ട്. അതൊക്കെ അവരുടെ ജീവിത മാർഗ്ഗമാണ്. സാർ നേരത്തെ പറഞ്ഞു കേരളത്തിലും കർണാടക, തമിഴ്നാട് ഇവിടെയൊക്കെ പോയി അവിടെയൊക്കെ ഞാൻ പോയി. അപ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇതിൽ തോന്നുന്ന ഒരു വെറൈറ്റിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ഉപകരണം പറയാൻ വേണ്ടിയിട്ടുണ്ടോ? ഇത് ഇവിടെ കേരളത്തിൻ്റെ ഉപകരണങ്ങൾ തന്നെ വളരെ പാടുപെട്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത്. ഓരോരുത്തരും ലിങ്ക് ചെയ്ത് പോകണം. വളരെ കഷ്ടപ്പെട്ട് ആദിവാസി ഊരിലൊക്കെ പോകണം. ഭയങ്കര റിസ്ക് എടുത്ത പണിയാണ്. കാട്ടിനകത്തൂടെയൊക്കെ പോകണം. ആനയും അത് ഇതൊക്കെ ഉള്ള അട്ടപ്പാടി തന്നെ 4-5 പ്രാവശ്യം ഞാൻ പോയിട്ട് അവരുടെ 5 ഇൻസ്ട്രുമെൻറ്റ് കിട്ടിയത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പഴയത് തന്നെ വേണം, നിങ്ങൾ പുതിയതുണ്ടാകും. പിന്നെ അവിടെ നിന്ന് ആനകട്ടിയിൽ പോയി ആനകട്ടിയുടെ ചക്കിളിയന്മാർക്ക് ഓർഡർ കൊടുത്ത് അവർക്ക് പുതിയത് ചെയ്ത് കൊടുത്ത് അവർ ഉപയോഗിച്ചിരുന്ന പഴയതിനെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. എനിക്ക് ആൻറ്റിക്ക് പീസുകളാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഒരുപാട് പഴയ സാധനം അത് വളരെ റിസ്ക് എടുത്താണ് പോകുന്നത്. എല്ലാ ജില്ലകളിലും തന്നെ വയനാട് ജില്ല, ഇടുക്കി ജില്ല, എല്ലാ ജില്ലകളിലും പോയി കളക്ട് ചെയ്തു. ഇന്ത്യക്ക് പുറത്തുള്ള ഉണ്ട്, ലോകം മുഴുക്കുള്ളുണ്ട്. അതൊക്കെ പലരും കൊണ്ടുവന്ന് തരുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു ക്രൈസ് കാരണം ഫോറിനേഴ്സ് വരുമ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കൊണ്ടുവരും. പിന്നെ എൻ്റെ ചേട്ടൻ അമേരിക്കയിലാണ്. പുള്ളി ഓൾ ഓഫ് ദ വേൾഡ് ടൂർ പോകുന്ന ആളാണ്. ടൂർ പോകുമ്പോൾ കൈ കിട്ടുന്നൊക്കെ വാങ്ങിക്കും. കൊണ്ടുവരാൻ പറ്റുന്ന കൊണ്ടുവരും. അത് വളരെ ചെറിയ ഉപകരണങ്ങളെ കിട്ടും. അങ്ങനെ വലിയ ഉപകരണങ്ങൾ ഇവിടെ തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. തന്നെ ഉണ്ട്, കിട്ടും. ഇത്ര കഷ്ടപ്പെട്ട് കളക്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു? വലിയ തെറ്റില്ലാത്ത സപ്പോർട്ടുണ്ട്. നാട്ടുകാർക്ക് നല്ല ഒരു ഇതാണ്. ആദ്യത്തെ വാർത്ത വന്നപ്പോൾ തന്നെ ഇവിടെ മ്യൂസിയം കാണാൻ പോകണമെന്നൊക്കെ മനോരമയായിരുന്നു ആദ്യത്തെ വാർത്ത കൊടുത്ത്. അപ്പോൾ അത് ഇങ്ങനെ സ്മൃതിയിലാണ്ട് പോയ സംഗീത ഉപകരണം തേടി ഒരാളെന്ന് പറഞ്ഞൊരു ഒരു ന്യൂസ് വന്നായിരുന്നു. പിന്നെ ഇവിടെ മ്യൂസിയം കാണാൻ പറഞ്ഞത്. പിന്നെ അവർക്ക് വേണ്ടി കാണാൻ വേണ്ടി പെട്ടെന്നൊരു എക്സിബിഷൻ, അന്ന് 300 ഐറ്റം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് വരയ്ക്കാറുള്ളൊരു എക്സിബിഷൻ കണ്ടുപിടിച്ച് അതാണ് എൻ്റെ ഫസ്റ്റ് എക്സിബിഷൻ. പിന്നെ ഇപ്പോൾ 25-ൽ പരം പ്രദർശനങ്ങൾ കേരളത്തിലും തമിഴ്നാടുമായിട്ട് ഞാൻ നടത്തിയിട്ടുണ്ട്. 25 പ്രദർശനം. പക്ഷേ ഇപ്പോൾ കൊണ്ടു നടക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാം ഞാൻ സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്തു. 2000 ഐറ്റം സർക്കാരിന് കൊടുത്ത് അവിടെ മ്യൂസിയം ആയിട്ടിരിക്കുക പാലക്കാട്.
മണി അയ്യരുടെ സ്മാരക മ്യൂസിയമായിട്ട് വെച്ചിരിക്കുക. അതാണ് ഇടയ്ക്ക് പത്രത്തിൽ ന്യൂസ് വന്ന് ഇത് മാറ്റുന്നത്. അത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ കടം കയറി മുഴിഞ്ഞ് നിൽക്കുന്ന സമയം മ്യൂസിയമായിട്ട് അത് സർക്കാരിൽ കൊടുത്തു കഴിഞ്ഞു. അതിൽ ഞാൻ തന്നെ മെയിൻ്റെനൻസ് എല്ലാം ഞാൻ തന്നെ നോക്കണം. റീ അറേഞ്ച്മെൻറ്റ് എന്തുണ്ടെങ്കിലും അത് ഞാൻ മുഴുവൻ ചെയ്യാം. ഇവിടെ നുള്ളി പറയുക 1000-നകത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വീണ്ടും 1000 കളക്ട് ചെയ്ത് അത് കൊടുത്തതിന് ശേഷം 1000 കളക്ട് ചെയ്ത് അഹല്യ ഹോസ്പിറ്റൽ എന്ന് പറയും വാളയാറ്, അവിടെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ ആ വളപ്പിനകത്ത്. അവിടെ 1000 കൊടുത്തു. അപ്പോൾ അവിടെ 1000 കിടക്കും. 2 മ്യൂസിയം പാലക്കാടുണ്ട് എനിക്ക്. സാർ പോകുമ്പോൾ കൂടെ ആരെങ്കിലും സഹായിക്കാൻ വരാം? അപ്പോൾ വരും കൊണ്ടുപോകും. ഞങ്ങൾ ഫോട്ടോഗ്രാഫർ അപ്പോൾ എല്ലാം കൊണ്ട് എല്ലാം ഫോട്ടോ ഒക്കെ എടുത്തിട്ടില്ല. എല്ലാവരും ഫോട്ടോ എടുത്ത് അവരുടെ കൊട്ടും പാട്ടും എല്ലാം റെക്കോർഡ് ചെയ്ത് തരുമായിരുന്നു. കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് അത് ആരും അപ്ലൈ ഇന്നേ വരെ അപ്ലൈ ഇല്ല, വന്നിട്ടില്ല, ആരും ഇല്ല. ഉണ്ടെങ്കിൽ തുച്ഛമായ ഇതേ ഉള്ളൂ. ഒരു ഇൻഡിവിജ്വൽ കളക്ഷൻ ആരും ഇല്ല, സർക്കാരിന് സഹിതം ഇല്ല ഇത്രയും കളക്ഷൻ. ഇൻഡിവിജ്വൽ കളക്ഷൻ പിന്നെ ഒരിക്കലും കാണില്ല. ലണ്ടനിലെ മ്യൂസിയമൊക്കെയാണ് ഏറ്റവും വലിയ മ്യൂസിയം എന്ന് പറയുന്നത്. ലണ്ടൻ അതിലൊന്നും വലിയ ഇതൊന്നുമില്ല. ലണ്ടൻ്റെ ബുക്ക് മൊത്തം എൻ്റെ കയ്യിലുണ്ട്. ലണ്ടൻ ആർട്ടുകാല ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയ സാധനങ്ങളാണ്, പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഇന്ത്യൻ വാദ്യങ്ങളാണ് അത്രയും. ഇതിൽ ഇവിടെ നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല, വളരെ കുറവാണ്. ആരും ഇല്ല, വെളിയിലും ഇല്ല. പക്ഷേ ഇതൊരു പ്രത്യേക കാറ്റഗറി ആയതുകൊണ്ട് സർക്കാരിന് തരാനും ഒരു